പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിനെ നിഷേധിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷം ഇതൊന്നും അറിഞ്ഞു കാണാൻ വഴിയില്ല. മൻ കി ബാത്ത് 10ാം വർഷത്തിന്റെ നിറവിൽ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് 10 വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിലും മോദി കേരളത്തെ പ്രശംസിക്കാതെ ഇരുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 2014 ഒക്ടോബർ 3-നാണ് മൻ കി ബാത്തിന്റെ ആദ്യ പതിപ്പ് സംപ്രേഷണം ചെയ്യുന്നത്. 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പ്രധാനമന്ത്രി. ശ്രോതാക്കളാണ് മൻ കി ബാത്തിന്റെ യഥാർത്ഥ അവതാരകരെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നെഗറ്റീവോ അല്ലെങ്കിൽ മസാലസുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഘടകങ്ങളോ ഇല്ലാതെ ഒരു പരിപാടിയും ജനങ്ങളിലേക്ക് എത്തിക്കില്ല എന്ന ധാരണ നിലനിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ശുഭചിന്തകൾക്കും ഉദാഹരണങ്ങൾക്കും ജീവിത കഥകളുമായി രാജ്യത്തെ പൗരന്മാർ എത്രമാത്രം ആവേശഭരിതരാണ് എന്നതിന് ഉദാഹരണമാണ് മൻ കി ബാത്ത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മൻ കി ബാത്തിന്റെ 114ാമത് പതിപ്പിന് അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തൻ റെക്കോർഡുകളും പുത്തൻ വ്യക്തിത്വങ്ങളെയും ഓരോ പതിപ്പിലും കൂട്ടിച്ചേർക്കാൻ മൻ കി ബാത്തിന് സാധിക്കുന്നു. കൂട്ടമായി എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അത് മൻ കി ബാത്തിലൂടെ ലോകം അറിഞ്ഞിരിക്കും. ഇതിലൂടെ പറയുന്ന ഓരോ വാക്കുകളിലൂടെ തന്റെ ഹൃദയം നിറയ്ക്കുന്നതാണെന്നും അഭിമാനമുണ്ട് എന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്ന് പൗരന്മാരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഓരോ ദിവസത്തേക്കോ ഓരോ വർഷത്തേക്കോ മാത്രമാവരുത് ഈ ശുചീകരണം. തലമുറകളോളം ഇത് തുടരണം. പ്രകൃതി ഒട്ടാകെ ശുചീകരണപ്പെടുത്തുന്നത് വരെ ഇത് തുടരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അതേസമയം മൻ കി ബാത്തിൽ അഭിനന്ദനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ സുബ്രഹ്മണ്യൻ. വിസ്മയകരമായ പ്രയത്നമാണ് അദ്ദേഹത്തിൻ്റെത് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. കോഴിക്കോട് ഒളവെണ്ണ തൊണ്ടിലക്കടവ് മലയന്തൊടി സ്വദേശിയാണ് സുബ്രഹ്മണ്യൻ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഉദാഹരണങ്ങൾ നൽകുന്നു. ഇപ്പോഴിതാ കേരളത്തിലെ കോഴിക്കോട് നടന്ന ഒരു വിസ്മയകരമായ പ്രയത്നത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അവിടെ 74 വയസ്സുകാരനായ സുബ്രഹ്മണ്യൻ 23,000-ലധികം കസേരകൾ നന്നാക്കി വീണ്ടും ഉപയോഗയോഗ്യമാക്കി. ആളുകൾ അദ്ദേഹത്തെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അതായത് RRR ചാമ്പ്യൻ എന്ന് വിളിക്കുന്നു. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ, PWD, LIC ഓഫീസുകളിൽ അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ പരിശ്രമങ്ങൾ കാണാം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്യാമ്പയിനിൽ പരമാവധി ആളുകളെ ഉൾപ്പെടുത്തണം. ഈ ക്യാമ്പയിൻ ഒരു ദിവസമോ ഒരു വർഷമോ അല്ല, കാലാകാലങ്ങളിലായി തുടരുന്ന പ്രവർത്തനമാണ്. ശുചിത്വം നമ്മുടെ സ്വഭാവമാകുന്നതുവരെ ഇത് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ എന്നിവരോടൊപ്പം ശുചിത്വ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷന്റെ വിജയത്തിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.